പ്രവാസി യാത്രക്കാർക്ക് വ്യോമഗതാഗത ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ യുഎഇയിൽ നിന്ന് ബഹ്റൈൻ, കുവൈത്ത് വിമാന സർവീസുകൾ റദ്ദാക്കി. മേഖലയിൽ സുരക്ഷാസ്ഥിതി അതിവേഗം മാറുന്നതിനാൽ വിമാന സർവീസുകളിലും സമയക്രമത്തിലും അവസാന നിമിഷ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളിലേക്ക് എത്തുകയാണ്. മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ഇപ്പോൾ എങ്ങും മുഴങ്ങുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ വിവാദം ശരിക്കും പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. ഇത് പശ്ചിമേഷ്യയ്ക്കപ്പുറവും വ്യാപിക്കാനുള്ള സാധ്യതയും ആശങ്കകളായി വർദ്ധിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ശക്തമാവുകയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങാതെ സാധാരണ ജനങ്ങൾക്കിടയിലും ആശങ്കയായി മാറുന്നു. പ്രാദേശിക സംഘർഷാവസ്ഥ തുടരുകയാണ്. അതിനാൽ പ്രദേശവാസികളെല്ലാം കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇപ്പോഴും വ്യോമഗതാഗതം താറുമാറായ അവസ്ഥയാണ് പലയിടങ്ങളിലും ഉള്ളത്. യുഎഇയിൽ നിന്നുള്ള ചില വിമാന സർവീസുകൾ സംഘർഷാവസ്ഥ കാരണം റദ്ദാക്കിയിട്ടുണ്ട്. എത്തിഹാദ് എയർവേസും എയർ അറേബ്യയുമാണ് ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള ചില സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് സർവീസ് സ്ഥിതി പരിശോധിക്കണമെന്നാണ് കമ്പനി നിർദ്ദേശിക്കുന്നത്. അബുദാബി, ബഹ്റൈൻ റൂട്ടിലെ സർവീസുകൾക്ക് പുറമെ അബുദാബിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള EY653, കുവൈറ്റിൽ നിന്ന് അബുദാബിയിലേക്കുള്ള EY654 സർവീസുകളും ഇത്തിഹാദ് റദ്ദാക്കിയതായി അറിയിക്കുന്നു. മാത്രമല്ല, യാത്രക്കാർക്ക് ബദൽ യാത്രാ സൗകര്യങ്ങളും കമ്പനി ഒരുക്കുന്നുണ്ട്. എയർ അറേബ്യയുടെ നിരവധി സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. ഷാർജ, കുവൈറ്റ് റൂട്ടിലെ G9068, G9124 സർവീസുകളും ഷാർജ ബഹ്റൈൻ റൂട്ടിലെ G9107, ഷാർജ അബ്ഹ റൂട്ടിലെ G9195 സർവീസും അബുദാബി കുവൈറ്റ് റൂട്ടിലെ 3L020 സർവീസുകളുമാണ് റദ്ദാക്കിയ പട്ടികയിലുള്ളത്. അതേസമയം പ്രധാന സർവീസുകളിൽ എമിറേറ്റ്സും ഫ്ലൈ ദുബായും മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഇവയുടെ സർവീസുകൾ സാധാരണ നിലയിലാണെന്നും അറിയിക്കുന്നു. സൗദിയിൽ ഒക്ടോബർ അവസാനം വരെയുള്ള റദ്ദാക്കലുകളും സമയക്രമത്തിലെ മാറ്റങ്ങളും റിസർവേഷൻ സംവിധാനത്തിലെ പുതിയ രീതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബ്രിട്ടീഷ് എയർവേസ് ദുബായ്, ബഹ്റൈൻ, അമ്മാൻ, ടെൽ അവീവ് സർവീസുകൾ ഒക്ടോബർ 31 വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ആയതിനാൽ യുഎഇയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് കൃത്യമായി വിമാനത്താവളത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കണമെന്നും അധികൃതർ പറയുന്നു. പ്രത്യേകിച്ച് വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.